ഈ ഭൂമിയിലെ ജീവിതയാത്രയിൽ സമാധാനവും ആശ്വാസവും പ്രാപിക്കാൻ കൊതിക്കുന്ന ധാരാളം ഹൃദയങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ആരെന്നെ ആശ്വസിപ്പിക്കും? ആരെന്നെ സമാധാനിപ്പിക്കും? എനിക്ക് ആ സമാധാനം ലഭിക്കുമോ? ആ ആശ്വാസം എനിക്ക് ലഭിക്കുമോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് വേദപുസ്തകം കൊടുക്കുന്നൊരു മറുപടിയാണ് ഇന്നത്തെ ധ്യാനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം. അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. ഇവിടെ പ്രവാചകൻ പ്രവചിക്കുകയാണ്, ഒരമ്മ എങ്ങനെ തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുമോ അതുപോലെ നിന്നെ ആശ്വസിപ്പിച്ച് നിനക്ക് സമാധാനം തരുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. ഒരു കുഞ്ഞ് തൻ്റെ വേദനകളെല്ലാം ചെന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മയെ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് പുറത്തൊക്കെ ഒന്ന് തട്ടി കവിളത്ത് 2 ചുമ്മലൊക്കെ കൊടുത്ത് അവനെ ഒന്ന് ആശ്വസിപ്പിച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ബലം അവന് തിരിച്ചു കിട്ടും. ഈ ഭൂമിയിൽ അപ്പൻ നഷ്ടപ്പെട്ടവരും അമ്മ നഷ്ടപ്പെട്ടവരും സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവരും ഒറ്റപ്പെടലിൽ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. നിങ്ങൾ എവിടെ നിന്നൊരു ആശ്വാസം പ്രാപിക്കും? ആശ്വാസം ലഭിക്കേണ്ട ഭാഗത്തുനിന്നെല്ലാം ആശ്വാസവാക്കുകൾക്ക് പകരം കുത്തുവാക്കുകൾ വരുമ്പോൾ ഈ ആശ്വാസം എവിടെ നിന്ന് നിനക്ക് ലഭിക്കും? ബൈബിൾ നിന്നെ മാടി വിളിക്കുക, ഓടി കർത്താവിന്റെ അടുക്കലേക്ക് വാ. ഒരമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കുമോ അതിലുപരിയായി നിനക്ക് ആശ്വാസ വചനങ്ങൾ തന്നു, ആശ്വാസ വാക്കുകൾ തന്നു, നിന്നെ സ്വാന്തനപ്പെടുത്തി സമാധാനപ്പെടുത്തി നഷ്ടപ്പെട്ടു പോയ ബലം തിരിച്ചു തന്ന് നിന്നെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് നിന്നെ മടക്കി അയക്കാൻ കഴിയുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ വാക്യം മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. സമാധാനപരമായ ഒരു ജീവിതം, സ്വസ്ഥമായ ഒരു ജീവിതം ഉടനെ നിനക്കുണ്ട്. ആ കർത്താവ് നിന്റെ ചാരെ നിൽക്കുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജീവിതത്തിൽ ഒരു ആശ്വാസം പ്രാപിക്കാൻ കഴിയാതെ, സമാധാനം പ്രാപിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന നിന്റെ മക്കളുമേ, എൻ്റെ ദൈവത്തിൻ്റെ അദൃശ്യകരം ഒന്ന് നീട്ടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവിടുത്തെ പൊന്നുകരം ഒന്ന് തൊടണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. വർദ്ധനവിനാൽ അവർ വർദ്ധിക്കപ്പെടട്ടെ, നിറവിനാൽ അവർ നിറയ്ക്കപ്പെടട്ടെ, അനുഗ്രഹത്താൽ അനുഗ്രഹമാക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കും. ഗോഡ് ബ്ലസ് യു.